ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ പതിവില്ലാതെ ഈ വഴി? അതോ അച്ഛാ, എനിക്ക് പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോണായിരുന്നു. പോയ വഴിക്ക് അച്ഛനെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. അത് നന്നായി. നമ്മുടെ തിരുനാൾ നടക്കാണോ? അച്ഛൻ അറിയാമോ, എല്ലാ സഹകരണവും ഉണ്ടാകും. തിരുനാൾ എല്ലാവരും കൂടെ ഒന്ന് ഉഷാറാക്കാം. അത് പിന്നെ പറയാനുണ്ട് അച്ഛോ. തീർച്ചയായിട്ടും നമുക്കതൊക്കെ കൊഴിപ്പിക്കാം അച്ഛോ. പിന്നെ അച്ഛോ, ഞാൻ ഇന്നലെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചപ്പോൾ എനിക്കൊരു സംശയം. കൊള്ളാലോ. അച്ഛൻ പതിവായി വിശുദ്ധ ഗ്രന്ഥവും വായിക്കാറുണ്ട്. അച്ഛോ, ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കാറുണ്ട്. ദൈവം അനുഗ്രഹിക്കും. അല്ല, ഏത് ഭാഗമാണ് അവറാച്ചൻ വായിച്ചതും? എന്താണ് അവറാച്ചന്റെ സംശയവും? അത് അച്ഛോ, 1 രാജാക്കന്മാർ 13-ാം അധ്യായം. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി അച്ഛോ. ശരിയാണ് അച്ഛൻ, ആ ഭാഗം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്തിനാണ് അച്ഛോ കർത്താവ് ആ പാവം ദൈവപുരുഷനെ ശിക്ഷിച്ചത്? മറ്റൊരു പ്രവാചകനെയല്ലേ ആ ദൈവപുരുഷൻ അനുസരിച്ചത്? അത് ന്യായമായ ഒരു സംശയം തന്നെയാണ്. പ്രഥമ ദൃഷ്ടിയ ആ ദൈവപുരുഷൻ തെറ്റൊന്നും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെന്തിനാണ് കർത്താവ് അദ്ദേഹത്തെ വധിച്ചത്? ഒരു കാര്യം അവറാച്ചൻ ശ്രദ്ധിച്ചു കാണില്ല. കർത്താവ് നേരിട്ട് കൽപ്പിച്ച ഒരു കാര്യമാണ് യൂദയായിലെ ആ ദൈവപുരുഷൻ ലംഘിച്ചത്. കർത്താവ് നേരിട്ട് നമ്മോടൊരു കാര്യം കൽപ്പിച്ചാൽ അതാണ് നാം അനുസരിക്കേണ്ടത്, അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നതല്ല. ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്ന വെച്ചാൽ, ആലിസ് സ്പ്രിങ്ങില് തിരുനാളിനോടനുബന്ധിച്ച് അവിടെ ഒരു നാടകം നടത്തുന്നു. അതിൻ്റെ പേര് യൂദയായിലെ ദൈവപുരുഷൻ എന്നാണ്. അവിടെ വരും, നമുക്കത് കാണാൻ. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. വാ, നമുക്ക് അങ്ങോട്ടേക്ക്. ശരി അച്ഛോ, നമുക്ക് പോയേക്കാം. കർത്താവ് സോളമൻ രാജാവിന് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് സോളമൻ രാജാവ് അകന്നുപോയി. സോളമൻ രാജാവ് വിജാതീയ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും വിഗ്രഹാരാധന നടത്തുകയും വിജാതീയരുടെ ദേവന്മാർക്ക് പൂജാഗിരികൾ നിർമ്മിച്ച് അവയിൽ ധൂപാർച്ചന ചെയ്യുകയും ചെയ്തു. അങ്ങനെ കർത്താവിൻ്റെ ക്രോധത്തിന് ഇരയായി. അവിടുന്ന് അരുളി ചെയ്തു, നിന്റെ രാജ്യം നിന്നിൽ നിന്നെടുത്ത് നിന്റെ ദാസന് നൽകും. നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് ഒരു ഗോത്രം നിന്റെ പുത്രന് നൽകും. സോളമന്റെ വൃത്തിനും സെരേദായിലെ നൈബാത്തിന്റെ മകനുമായ ജെറോബോവാം വളരെ കഴിവുള്ളവനും പരിശ്രമശാലിയുമായിരുന്നു. ശീലോന്യനായ അഹിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്ത പ്രകാരം ജെറോബോവാമിന് 10 ഗോത്രങ്ങൾ ലഭിച്ചു. രാജാവായ ജെറോബോവാം കർത്താവിൻ്റെ കൽപ്പന പാലിച്ചില്ല. അവൻ ദാനിലും ബഥേലിലും കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചു. അങ്ങനെ ജെറോബോവാം കർത്താവിൻ്റെ കോപത്തിനിരയായി. ദൈവവചനം കാലാതീതമാണ്. ഇതാ നമ്മുടെ നാടകം ആരംഭിക്കുകയാണ്. യൂദയായിലെ
ദൈവപുരുഷൻ. ഇസ്രായേൽ രാജാവായ ജെറോബോവാം നീണാൾ വാഴട്ടെ. മഹാരാജാവേ, അമ്മ മഹാറാണി എഴുന്നള്ളുന്നു. മന്ത്രി, അടിയൻ. ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ പരിപാടി? മഹാരാജാവേ, ഇന്ന് അമാവാസിയാണ്. ഇന്നാണ് നമ്മൾ ബാൽദേവനുള്ള ഉത്സവവും ധൂപാർച്ചനയും നിശ്ചയിച്ചിട്ടുണ്ട്. ഓഹോ, അങ്ങനെയെങ്കിൽ ആഘോഷങ്ങൾ ഉടൻ ആരംഭിക്കൂ. എവിടെ കൊട്ടാരം നർത്തകിമാർ? അവരോട് വരാൻ പറയൂ. ശരി പ്രഭു. നിങ്ങളുടെ നൃത്തം ആരംഭിക്കൂ. ആ ചടുല നൃത്തം കണ്ട് രാജമഹാൻ ആനന്ദിക്കട്ടെ. Take
കൊള്ളാം. നാം നിങ്ങളുടെ നൃത്തം നന്നായി ആസ്വദിച്ചിരിക്കുന്നു. ഇവർക്ക് ഉചിതമായ സമ്മാനങ്ങൾ കൊടുക്കൂ. മഹാരാജാവേ, നമ്മുടെ ദേവന്മാർക്ക് ധൂപം അർപ്പിക്കുവാനുള്ള സമയമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. വരൂ മഹാരാജാവേ, നമുക്ക് പൂജാഗിരിയിലേക്ക് പോകാം. എടോ, നീ അറിഞ്ഞോ? ഇന്ന് അമാവാസിയല്ലേ? ജെറോബോവാം രാജാവ് ബാലദേവിന് ഒരു വലിയ പൂജ നടത്തുന്നു എന്ന് കേട്ടു. നമുക്ക് ഒന്ന് പോയാലോ? അത് വേണോ സഹോദര? ദൈവമായ കർത്താവ് നമ്മളോട് അരുളി ചെയ്തിട്ടില്ലേ, അന്യദേവന്മാർക്ക് നമ്മൾ ബലിയർപ്പിക്കരുത് എന്ന്? നമ്മൾ കർത്താവ് നൽകിയ ഒന്നാം പ്രമാണമല്ലേ ലംഘിക്കുന്നത്? ഇതൊക്കെ മഹാരാജാവിനും അറിവുള്ളതല്ലേ? അദ്ദേഹം വലിയ മഹാനല്ലേ? കർത്താവാണ് ഏറ്റവും വലിയ മഹാൻ. എല്ലാ മഹത്വവും അവിടുത്തേതാണ്. തന്നെയുമല്ല, നമ്മുടെ പിതാവ് അറിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം ശുഭിതനാകും. അതിന് നമ്മൾ ബലിയർപ്പിക്കുന്നില്ലല്ലോ. നമ്മൾ വെറുതെ അവിടെ വരെ പോകുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കാണുന്നു, അത്രയേ ഉള്ളൂ. എന്തോ എനിക്കതത്ര ശരിയായി തോന്നുന്നില്ല. കുഴപ്പമില്ലെന്നേ. പിതാവ് എങ്ങനെ അറിയാനാണ്? വരൂ, നമുക്ക് പോകാം. പൂജകൾ ആരംഭിക്കൂ. എന്തു പറ്റി? പൂജയ്ക്ക് വിഘ്നം വരുത്തിയത് ആരാണ്? ആരാണ് നീ? ദേവപൂജയ്ക്കിടയിൽ നിനക്കെന്ത് കാര്യം? ഏ മനുഷ്യ, ആരാണ് നീ? ആരായാലും പൂജ തടസ്സപ്പെടുത്താതെ കണക്ക് പുറത്ത്. അല്ലയോ ബലിപീഠമേ, കർത്താവ് അരുളി ചെയ്യുന്നു, ദാവീദിന്റെ ഭവനത്തിൽ ജോസിയ എന്നൊരു പുത്രൻ ജനിക്കും. നിന്റെ മേൽ ധൂപാർപ്പണം നടത്തുന്ന പൂജാഗിരിയിലെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ വെച്ച് ബലിയർപ്പിക്കും. വിശ്വാസികൾ നിന്റെ മേൽ ഹോമിക്കും. കർത്താവാണ് സംസാരിച്ചത്.
എന്നതിന്റെ അടയാളം ഇതാണ്. ഈ ബലിപീഠം പിളർന്നു, അതിന്മേലുള്ള ചാരം ഊർന്നു വീണു. ആരെവിടെ? നമ്മുടെ ദേവന്മാരുടെ പൂജയ്ക്ക് വിഘ്നം വരുത്തിയ ഈ ധിക്കാരിയെ തുറങ്കിലടയ്ക്കൂ. എന്നോട് ക്ഷമിക്കൂ. നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. കർത്താവിനാൽ അയക്കപ്പെട്ട ദൈവപുരുഷനാണ് താങ്കളെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ അഹങ്കാരം അത് അങ്ങ് പൊറുക്കണം. കർത്താവ് എന്റെ കരം സുഖപ്പെടുത്തട്ടെ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, അവിടുത്തേക്ക് മഹത്വമുണ്ടാകട്ടെ. അങ്ങയുടെ മഹത്വത്തെയോ പ്രഭാവത്തെയോ അറിയാത്ത അജ്ഞരായ അനേകർക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. അഹങ്കാരത്തള്ളലാൽ ജറോബോം രാജാവിന് അവിടുന്ന് നൽകിയ ഈ ശിക്ഷയെ അവിടുന്ന് പിൻവലിക്കണം. അല്ലയോ ദൈവപുരുഷ, അങ്ങയുടെ മേൽ കർത്താവിന്റെ അനുഗ്രഹമുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങയുടെ പ്രാർത്ഥന ശ്രവിച്ച് എന്റെ കൈ സുഖപ്പെടുത്തിയ അങ്ങയുടെ ദൈവമായ കർത്താവ് വലിയവൻ തന്നെ. താങ്കൾ എന്റെ ആതിഥ്യം സ്വീകരിച്ച് നമ്മുടെ കൊട്ടാരത്തിലേക്ക് വരണം. കുറച്ചു ദിവസം താങ്കൾക്ക് അവിടെ താമസിക്കാം. നാം താങ്കൾക്ക് ഒരു സമ്മാനവും നൽകാം. നിന്റെ കൊട്ടാരത്തിന്റെ പകുതി തന്നാൽ ഞാനത് വാങ്ങുകയില്ല. എന്താണ് അതിന് കാരണം? രാജക്ഷണം നിരസിക്കുക എന്നത് ഉചിതമാണോ? ഇവിടെ വച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ അരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിനാൽ താങ്കളുടെ ക്ഷണവും സമ്മാനവും ഞാൻ നിരസിക്കുന്നു. നിശ്ചയമായിരിക്കുന്നു അല്ലേ സഹോദര? ആ മനുഷ്യൻ തീർച്ചയായും കർത്താവിനാൽ അയക്കപ്പെട്ട ദൈവപുരുഷൻ തന്നെ. അതെ അതെ, കർത്താവ് പറഞ്ഞിട്ടില്ലേ, എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവം ചെയ്യരുത് എന്ന്. അതാണ് ആ ദൈവപുരുഷനെ ബന്ധിക്കാൻ പറഞ്ഞ രാജാവിന്റെ കൈ അനക്കാൻ പറ്റാതെ പോയത്. എന്തായാലും നമുക്ക് ഈ സംഭവം നമ്മുടെ പിതാവിനെ അറിയിക്കണം. നാം ഈ ബലിയർപ്പണത്തിന് പോയതിൽ പിതാവ് നമ്മോട് കോപിക്കും. എന്നാലും സാരമില്ല, നമ്മുടെ പിതാവും ഒരു പ്രവാചകനല്ലേ, നമുക്ക് പോയി പറയാം. വേഗം വരും.
മരിയമ്പി, എവിടെ നമ്മുടെ പുത്രന്മാർ? മക്കളെ, നിങ്ങൾ എവിടെ പോയിരുന്നു? എന്താ വൈകിയത്? പിതാവേ, ഇന്ന് ജെറോബോവാം രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു പൂജയുണ്ടായിരുന്നു. ഞങ്ങൾ അത് കാണാൻ പോയതാണ്. എന്ത്? ജെറോബോവാം രാജാവ് വിഗ്രഹാരാധന നടത്തുന്ന പൂജാഗിരിയിൽ നിങ്ങൾ പോയെന്നോ? പിതാവേ, ഞങ്ങൾ ബാലദേവന് ബലിയർപ്പിക്കാൻ പോയതല്ല, അവിടുന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ പോയതാണ്. മക്കളെ, നമ്മുടെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെയും നമ്മൾ ആരാധിക്കരുത്. അത് ദൈവകോപം ഉളവാക്കും. പിതാവേ, ഇന്നു ഞങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി കണ്ടു. ഞാൻ പറയാം എന്തുണ്ടായി എന്ന്. കൊട്ടാരത്തിൽ ഒരു ദൈവപുരുഷൻ വന്നിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളും പ്രവചിച്ചു. എന്നിട്ട് ഓ, എന്തൊരു തേജസ്സായിരുന്നു ആ മുഖത്തിന്! ഒന്ന് കാണേണ്ടത് തന്നെ. ദൈവപൂജയ്ക്ക് വിഘ്നം വന്നതിനാൽ ജെറോബോവാം രാജാവ് ശുഭിതനായി. ജെറോബോവാം രാജാവ് ആ ദൈവപുരുഷനെ പിടിച്ചു കെട്ടാൻ ആജ്ഞാപിക്കുകയും ക്ഷണത്തിൽ രാജാവിന്റെ കൈ അടക്കാൻ പറ്റാതെ നിന്നുപോയി. നേരാണോ നിങ്ങൾ ഈ പറയുന്നത്? അത് മാത്രമല്ല പിതാവേ, ആ ദൈവപുരുഷൻ പ്രവചിച്ച പ്രകാരം ബലിപീഠം രണ്ടായി പിളർന്നു. അതിൽ നിന്നും ചാരവും ഉതിർന്നു വീണു. എന്നിട്ട് രാജാവ് ദൈവപുരുഷനോട് അദ്ദേഹത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ യാചിക്കുകയും ചെയ്തു. അതിശയമെന്ന് പറയട്ടെ, കർത്താവ് ആ ദൈവപുരുഷന്റെ പ്രാർത്ഥന കേട്ട് രാജാവിന്റെ കരം സുഖമായി. രാജാവ് ആ ദൈവപുരുഷന് സമ്മാനം കൊടുക്കാൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് ആ ദൈവപുരുഷൻ പോയോ? ഇല്ലില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, ഇവിടെ വെച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ അരുതെന്ന്. ഏതു വഴിക്കാണ് അവൻ പോയത്? നിങ്ങൾ കഴുതയ്ക്ക് ചീനിയിടൂ, ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. അന്നാണോ യൂദയായിൽ നിന്നും വന്ന ദൈവപുരുഷൻ? അതെ, ഞാൻ തന്നെ. താങ്കൾ ആരാണ്? ഞാനും താങ്കളെ പോലെ തന്നെ ഒരു പ്രവാചകനാണ്. അങ്ങ് എന്നോടൊപ്പം എന്റെ ഭവനത്തിലേക്ക് വരണം. എന്നോടൊപ്പം ഭക്ഷണം കഴിക്കണം. താങ്കളെ എന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങയുടെ ചാരുണ്യത്തിനും ക്ഷണത്തിനും നന്ദി പ്രഭു. എന്നാൽ എനിക്ക് അങ്ങയോടൊപ്പം വരാനും അങ്ങയുടെ ആതിഥ്യം സ്വീകരിക്കാനും സാധിക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. അതെന്താ? എന്താണ് കാരണം? ഇവിടെ നിന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ അരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഓഹോ, അതാണോ കാര്യം? ഞാൻ പറഞ്ഞില്ലേ ഞാനും ഒരു പ്രവാചകനാണെന്ന്? ഇല്ല പ്രഭു, എനിക്ക് താങ്കളോടൊപ്പം വരാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഞാൻ കർത്താവിന്റെ കൽപ്പന ലംഘിക്കുകയാണ്. ഹേ ദൈവപുരുഷ, ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. ഒരു ദൂതൻ വഴി കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ അവനെ നീ വീട്ടിൽ കൊണ്ടുവരിക എന്ന്. ഇല്ല, ഞാനിത് വിശ്വസിക്കുന്നില്ല. കർത്താവിൽ നിന്ന് എനിക്ക് വേറെ നിർദ്ദേശമൊന്നും ലഭിക്കാകില്ല. ഞാൻ താങ്കളുടെ കൂടെ വരുന്നത് കർത്താവിന് അനിഷ്ടമാണ്.
അതിനാൽ താങ്കൾ ദയവായി തിരികെ പോകും. നീ എന്തിനാണ് എന്നെ അവിശ്വസിക്കുന്നത്? ഞാനും ഒരു പ്രവാചകനല്ലേ? എനിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ച ആജ്ഞ ഞാനും പാലിക്കേണ്ടതല്ലേ? അതുകൊണ്ട് എന്നോടൊപ്പം വരൂ. ഇല്ല, നിന്നെ നിർബന്ധിക്കുന്നു. താങ്കൾ ദയവായി തിരികെ പോകും. നോക്കൂ, എനിക്ക് നിന്നേക്കാൾ പ്രായവും അനുഭവജ്ഞാനവുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവകൽപ്പനയാണ് ധിക്കരിക്കുക എന്നോർക്കുക. എന്നാലും അത് ശരിയാവില്ല. താങ്കൾ ദയവായി തിരികെ പോകും. ഒരു പ്രവാചകനെ മറ്റൊരു പ്രവാചകൻ അവിശ്വസിക്കുകയോ? അത് ശരിയല്ല എന്നോർത്തോളൂ. താങ്കളോട് സംസാരിച്ച ദൈവമായ കർത്താവ് തന്നെയാണ് എന്നോടും സംസാരിച്ചത്. അതിനാൽ ശങ്ക വേണ്ട, എന്നോടൊപ്പം വരൂ. ഒരു പ്രവാചകനെ അവിശ്വസിച്ച പാപം താങ്കളുടെ മേൽ വരാതിരിക്കട്ടെ. വരൂ, വരൂ. ആ ദൈവപുരുഷൻ നമ്മുടെ വീട്ടിൽ വരുന്നു. എന്ത് സന്തോഷമല്ലേ? അദ്ദേഹം വരുമോ? കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ വെച്ച് ഭക്ഷണം കഴിക്കുകയോ പോയ വഴി മടങ്ങിയോ അരുതോ എന്ന്. അത് നേരാണല്ലോ. കർത്താവ് അദ്ദേഹത്തോട് നേരിട്ട് കൽപ്പിച്ച കാര്യം അദ്ദേഹം ലംഘിക്കുമോ? അത് ദൈവകോപത്തിന് കാരണമാകില്ലേ? വരൂ, ഇരിക്കൂ. കർത്താവേ, നീ തന്ന ഈ ഭക്ഷണത്തിന് നന്ദി. ഈ ഭക്ഷണത്തെയും ഭവനത്തെയും അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവേ, എന്തുപറ്റി? കർത്താവിന്റെ വചനം ശ്രവിച്ചില്ല. കർത്താവായ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തതുമില്ല. നീ തിരിച്ചു വരികയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുതെന്ന് കൽപ്പിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നീ ഭക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിന്റെ ജഡം നിന്റെ പിതാക്കന്മാരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവേ, ഞാൻ എന്താണ് ഈ കാണിച്ചത്? എന്തിന് ഞാനിത് ചെയ്തു? താങ്കൾ ഈ കഴുതിയെ എടുത്തോളൂ. നേരെ വിരട്ടി യുദ്ധയാവരെ പോകേണ്ടതല്ലേ?
എന്താണിത്? എന്താണ് നമ്മൾ ഈ കാണുന്നത്? ആരാണ് ഈ കിടക്കുന്നത്? സിംഹം ഈ മനുഷ്യനെ അടിച്ചു കൊന്നല്ലോ. അതിശയമായിരിക്കുന്നു. ദാ സിംഹം ഈ മനുഷ്യനെ തിന്നുമില്ല. ശരിയാണല്ലോ, സിംഹം കഴുതയെയും ഭക്ഷിക്കുന്നില്ല. തന്നെയുമല്ല, കഴുതയ്ക്ക് സിംഹത്തെ ഭയവുമില്ല. തീർച്ചയായും ദൈവകരം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ? എന്ത് പറ്റി ഈ മനുഷ്യന്? അറിയില്ല സഹോദര, ഇദ്ദേഹം ആരെന്ന് ഞങ്ങൾക്കറിയില്ല. അയ്യോ, ഇത് യൂദയായിൽ നിന്നും വന്ന ദൈവപുരുഷനല്ലേ? ഞാൻ ഇദ്ദേഹത്തെ രാജാവിന്റെ കൊട്ടാരത്തിൽ കണ്ടായിരുന്നു. നേരോ? താങ്കൾ ഇദ്ദേഹത്തെ കണ്ടായിരുന്നു? നേരാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അതിന് കാരണം ഈ ദൈവപുരുഷനോട് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, പോയ വഴി മടങ്ങുകയോ ഇവിടെ വെച്ച് ഭക്ഷണം കഴിക്കുകയോ ആയിരുന്നു. ഇദ്ദേഹം രാജാവിന്റെ ക്ഷണം നിരസിച്ചത് ഞാൻ ഓർക്കുന്നു. ഇദ്ദേഹം കർത്താവ് നേരിട്ട് നൽകിയ കൽപ്പന അനുസരിച്ചില്ല എന്ന് തോന്നുന്നു. അതിനാലാണ് ഈ അനർത്ഥം സംഭവിച്ചത്. കഷ്ടം തന്നെ. ഞാൻ ചെന്ന് ഈ വിവരം നമ്മുടെ പ്രവാചകനെ അറിയിക്കട്ടെ. നിൽക്ക്, എങ്കിൽ ഞങ്ങളും വരുന്നു. മക്കളെ, കർത്താവ് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അയ്യോ സഹോദര, അയ്യോ സഹോദര. മക്കളെ, ഈ ദൈവപുരുഷനെ നമുക്ക് നമ്മുടെ സ്വന്തം കല്ലറയിൽ തന്നെ അടക്കണം. ഞാൻ മരിക്കുമ്പോൾ ഈ ദൈവപുരുഷനെ അടക്കിയ കല്ലറയിൽ തന്നെ എന്നെയും സംസ്കരിക്കണം. എന്റെ അസ്ഥികൾ അവന്റെ അസ്ഥികൾക്കരികെ നിഷേധിക്കണം. ബഥേലിലെ ബലിപീഠത്തിനും സമരിയായിലെ പട്ടണങ്ങളിലുമുള്ള പൂജാഗിരികൾക്കും എതിരായി കർത്താവിന്റെ കൽപ്പന പോലെ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായും സംഭവിക്കും. പതിനാലാം അധ്യായം 14 വചനം പറയുന്നു, പ്രവാചകന്മാർ എന്റെ നാമത്തിൽ വ്യാജ പ്രവചനം നടത്തും. അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവർ വ്യാജ ദർശനവും പൊള്ളയായ പ്രവചനങ്ങളും സ്വന്തം സ്വപ്നങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് ലേഖനം 1 അധ്യായം 8 വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവരാണ്. ദൈവവചനം കാലാതീതമാണ്, അതിന് മാറ്റമില്ല. ആയതിനാൽ സഹോദരങ്ങളെ, ദൈവം നേരിട്ട് നമുക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ ആരുടെയും പ്രേരണ മൂലം ലംഘിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആലിസ് സ്പ്രിങ്ങിലെ കലാകാരന്മാർ അവതരിപ്പിച്ച യൂദയായിലെ ദൈവപുരുഷൻ എന്ന നാടകം ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.